മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ്. 4 പേരെ കസ്റ്റഡിയിലെടുത്തു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കർമ്മനം ചേരുന്നുണ്ട്. ശിവദാസ്, എപ്പോഴാണ് ഈ ഒരു പരിശോധന ആരംഭിച്ചത്? വിഷ്ണു, ഇന്ന് പുലർച്ചെയാണ് അതീവ രഹസ്യമായി NIA സംഘം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ SDPI പ്രവർത്തകരുടെ വീടുകളിൽ റെയ്ഡ് ആരംഭിച്ചത്. ഏകദേശം 3 സംഘങ്ങളായിട്ടാണ് ഇവർ റെയ്ഡിനായി എത്തിയത്. പ്രാദേശിക പോലീസിനെ പോലും അറിയിക്കാതെയാണ് ഇത്തരത്തിൽ NIA സംഘം ഇവിടേക്ക് റെയ്ഡിന് എത്തിയത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലാണ് NIA റെയ്ഡ് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ SDPI ആസ്ഥാനങ്ങളിൽ അടക്കം ഇത്തരത്തിൽ EDയുടെ പരിശോധന ഉണ്ടായിരുന്നു. അതിന്റെ തീർച്ചയായും തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെയും ഈ രീതിയിലുള്ള ഒരു റെയ്ഡ് നടക്കുന്നത്. നിരോധിത സംഘടനയായ PFIയുടെ മറവിൽ അല്ലെങ്കിൽ PFI വഴി SDPIക്ക് ഫണ്ട് എത്തിയിരുന്നു. വിദേശങ്ങളിൽ നിന്നടക്കം അത്തരത്തിലുള്ള ഫണ്ടുകൾ എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിരീക്ഷണം NIA നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായി വിവിധ സംസ്ഥാനങ്ങളിലടക്കം NIA SDPI പ്രവർത്തകരുടെ വീടുകളിലും അതോടൊപ്പം തന്നെ മുൻപ് PFIയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ വീടുകളിലും അവരുടെ ഓഫീസുകളിലും അടക്കം തന്നെ റെയ്ഡും അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളും എല്ലാം തന്നെ NIAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ മഞ്ചേരിയിലും ഇത്തരത്തിൽ വ്യത്യസ്ത വീടുകളിൽ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെ തന്നെ NIA സംഘം ഇവിടേക്ക് എത്തിയിരുന്നു. രഹസ്യമായിട്ടാണ് ഇവർ എത്തിയത്. പിന്നീട് മഞ്ചേരിയിലുള്ള SDPI പ്രവർത്തകരുടെ വീടുകളിലേക്ക് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇവർ പോയത്. അതിനുശേഷം വീടുകളിൽ പരിശോധന ആരംഭിച്ചു. നിരവധി രേഖകൾ അടക്കം പിടിച്ചിട്ടുണ്ട്. 4 SDPI പ്രവർത്തകരെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം റെയ്ഡ് അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഞ്ചേരി എടവണ്ണപ്പാറയിലെ ഒരു SDPI പ്രവർത്തകന്റെ വീട്ടിലാണ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. മറ്റു ഉള്ള ഇടങ്ങളിലെല്ലാം തന്നെയുള്ള റെയ്ഡ് നടപടിക്രമങ്ങളും അവസാനിച്ചിട്ടുണ്ട്. അവിടെ നിന്നും ചില രേഖകൾ എല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. SDPIയുടെ സാമ്പത്തിക ഇടപാടും അതോടൊപ്പം തന്നെ വിദേശത്തു നിന്നും അവർക്ക് ധാരാളം പണം മുൻപ് എത്തിയിരുന്നു. പ്രത്യേകിച്ച് നിരോധിത സംഘടനയായ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന രാജ്യദ്രോഹ ശക്തികളായ ഭീകരവാദികളായ PFI വഴി അവർക്ക് വലിയ രീതിയിൽ തന്നെ ഫണ്ടുകൾ എത്തിയിരുന്നു. അത് മുൻപ് കൃത്യമായി തന്നെ NIAയും അതോടൊപ്പം തന്നെ ED എല്ലാം തന്നെ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. അതിന്റെ വിവരങ്ങളും അതോടൊപ്പം തന്നെ തെളിവുകളും നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മഞ്ചേരിയിൽ ഈ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു.